ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഷാക്ഷൂക്കയാണ്. അതായത് ടൊമാറ്റോ സോസിൽ എഗ്ഗ് പോച്ച് ചെയ്തെടുക്കുന്ന ഒരു ഡിഷാണിത്. മിഡിൽ ഈസ്റ്റേൺ ക്വിസീനിലും അതേപോലെ നോർത്ത് ആഫ്രിക്കയിലൊക്കെ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡിഷാണിത്. നമ്മുടെ പീറ്റ ബ്രെഡിൻ്റെ കൂടെയും അല്ലെങ്കിൽ ബഗറ്റ് പോലത്തെ ക്രസ്റ്റി ബ്രെഡിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ചെയ്യാൻ നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയെടുക്കണം. ഈ ടൊമാറ്റോ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സോസ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു 7 മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വലിയ ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒരു 4-5 എടുക്കാം. അതിലേക്ക് അതിങ്ങനെ ഹാഫായിട്ട് സ്ലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പെപ്പർ ക്രഷ് ചെയ്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, തൈമോ ബേസിലോ ഒറിഗാനോയോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം, ഏതിൻ്റെ ഫ്ലേവറാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് ഈ കട്ട് ചെയ്ത പോർഷൻ താഴെ ആക്കിയിട്ട് ആദ്യം ഒന്ന് ഗ്രില്ല് ചെയ്യുന്ന പോലെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവനിലും ചെയ്യാം. ഞാനിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി ആയതുകൊണ്ട് ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ ആ താഴെ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ആയ പോലെ വരും. ഇനി ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കണം. അതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൊടുക്കുക. പിന്നെ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ നിന്നിങ്ങനെ ജ്യൂസസ് റിലീസ് ആവാൻ തുടങ്ങും ഈ ടൊമാറ്റോയുടെ. കണ്ടോ, അപ്പം നല്ലോണം ജ്യൂസ് എല്ലാം റിലീസ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റിയിട്ട് ഒരു റോസ്റ്റ് പരുവമായിട്ട് കിട്ടണം നമുക്ക് ഈ ടൊമാറ്റോ. ഇങ്ങനത്തെ രീതിയിൽ കിട്ടണം. അതിനുശേഷം നമുക്കത് മാറ്റി വെച്ചിട്ട് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് നമ്മുടെ തവയിൽ പിടിച്ചിട്ടുള്ള ആ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്തെടുക്കണം. അതും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല ആ റോസ്റ്റഡ് ടേസ്റ്റ് വരുന്നത് ടൊമാറ്റോയ്ക്ക്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നമുക്ക് പിന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം തണുത്തതിന് ശേഷം. അതേപോലെ തന്നെ നമുക്കൊരു ക്യാപ്സിക്കവും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് തവയിലൊന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കതൊന്ന് ഒരു സ്മോക്കി ഫ്ലേവർ ഒന്ന് കിട്ടുന്ന വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് ചോപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സോസ് ഉണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 സവാള അരിഞ്ഞിട്ടുണ്ട്. ഈ റെഡ് പെപ്പർ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ക്യാപ്സിക്കം നമ്മൾ റോസ്റ്റ് ചെയ്തതും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ അതിൽ സോസേജും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഒരു നെക്സ്റ്റ് ലെവൽ ടേസ്റ്റാണ് ഷാക്ഷൂക്കയിൽ സോസേജും കൂടെ ഉള്ളത്. സോസേജ് ഇല്ലാതെയും നിങ്ങൾക്ക് ടൊമാറ്റോ ഗ്രേവി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് പോച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ സോസേജും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോസേജ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് സോസേജ് ഒന്ന് നന്നായിട്ട് സോസേജ് ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഷാലോ ഫ്രൈ എന്ന് തന്നെ പറയാം. കുറച്ചൊന്ന് നന്നായിട്ട് റോസ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് പാനിൽ വീണ്ടും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട, എന്നാലും നന്നായിട്ടൊന്ന് സോട്ടയായി കിട്ടണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക്
ശരിക്കും അവർ പാപ്രിക്കയാണ് ചേർക്കുക. നമ്മൾ അതിന് പകരം കാശ്മീരി ചില്ലി പൗഡറാണ് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് അവർ റാസൽ ഹനൂട്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ നമ്മുടെ ഗരം മസാല പോലെ അവർക്കുള്ള ഒരു സ്പൈസ് പൗഡറാണ്. നമ്മൾ അതിന് പകരം 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം. അതേപോലെ 1/2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാത്തിൻ്റെയും പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന റോസ്റ്റഡ് ടൊമാറ്റോസിന് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന റെഡ് ചില്ലിയും അതേപോലെ ക്യാപ്സിക്കം, റോസ്റ്റഡ് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ചേർത്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ അതൊരു വേറൊരു ലെവൽ ടേസ്റ്റാണ് ഈ ഷാക്ഷൂക്കയ്ക്ക് സോസേജ് ചേർത്ത് കൊടുത്താൽ കിട്ടുന്നത്. അപ്പോൾ സോസേജൊക്കെ കഴിക്കുന്നുള്ളവരാണെങ്കിൽ എന്തായാലും സോസേജും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കൂ. ഇനി നമുക്കതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം തുറന്നിട്ട് ആ മസാലയിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് നമുക്കതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇളക്കരുത്, മുട്ട അങ്ങനെ തന്നെ ആ പൊട്ടിച്ചൊഴിച്ച പോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ നമ്മളൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുക്കാം. ആ മുട്ടയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ, ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തതാണ്. എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ പോച്ച്ഡായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് പോർഷൻ നന്നായിട്ട് സെറ്റായി കിട്ടിയാൽ മതി. പിന്നെ അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫെറ്റ ചീസും പിന്നെ പാസ്ലി ഉണ്ടെങ്കിൽ പാസ്ലി, അതല്ലെങ്കിൽ കൊറിയാൻഡ്രോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അതും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഫെറ്റ ചീസ് എന്തായാലും ആഡ് ചെയ്യണം. അതൊരു നല്ലൊരു ടേസ്റ്റാണ് ഷാക്ഷൂക്കയ്ക്ക് കൊടുക്കുക. പിന്നെ എഗ്ഗ് എത്രമാത്രം കുക്ക് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ ചോയ്സാണ്. ചിലർക്ക് റണ്ണി യോക്കാണ് ഇഷ്ടം ഉണ്ടാവുക, അപ്പോൾ ആ രീതിയിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അതല്ല കുറച്ചൊന്ന് ഹാർഡായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഷാക്ഷൂക്ക റെഡി ആയിട്ടുണ്ട്. പിറ്റ ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബഗറ്റിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും സെർവ് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ കൂടെ ഒരു സലാഡൊക്കെ കൂട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഡിന്നറിനും സെർവ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ അത്ര റണ്ണിയല്ല, നമ്മളൊരു ഹാഫ് കുക്ക്ഡ് പോലെ ആണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യേണ്ടതെന്നും എങ്ങനെ എത്രമാത്രം കുക്ക് ചെയ്യണം എന്നുള്ളതും ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ അടിപൊളി ഷാക്ഷൂക്ക എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ വേണേ. താങ്ക് യു ഫോർ വാച്ചിങ്.